കുഞ്ഞുമോൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ മുനമ്പത്ത് BJP വിജയിച്ചിരിക്കുകയാണ്. വഖഫ് അധിനിവേശത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് LDFനെയും UDFനെയും മുട്ടുകുത്തിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം 90% ഈ വാർഡ് BJP വിജയിച്ചിരിക്കുന്നു. എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? എന്റെ വിജയത്തെക്കാൾ ഉപരി എന്ന് പറഞ്ഞാല് ഒരു ജനതയുടെ സാക്ഷാത്കാരമാണിത്. കാരണം ഇടതിനും വലതിനും നമ്മളെ ഈ ഒരു ഇത്രയും ക്രൂഷ്യൽ ടൈമിൽ നമ്മളെ വഖഫിന്റെ ഏറ്റവും വലിയ കാഠിന്യമായിട്ടുള്ള നീരാളിപ്പിടുത്തത്തിൽ നിൽക്കുമ്പോൾ ഈ രണ്ട് പാർട്ടിയും കൂടി നമ്മളെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി. നമുക്കപ്പോൾ ആരും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് അന്നത്തെ BJP ആണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, എന്ത് ഇത് അവസാനം വരെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്ന് കൂടിയിട്ട് നമുക്ക് വേണ്ടി തന്നെയാണ് പാർലമെന്റിൽ അമെൻമെന്റ് ബില്ല് പാസ്സാക്കിയത്. ആ പാസ്സാക്കിയതിന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ചന്ദ്രശേഖർജി വന്നാണ് ഞങ്ങളെ ഒരു 50 പേരോളം വന്ന് BJPയിലേക്ക് ചേർന്ന്. അന്നേരത്തെ പിന്നെ കിരൺ റിജിജുജി വന്നിട്ട് 3 ആഴ്ച അദ്ദേഹം പറയുണ്ടായെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് വരാണ്ട് ഇത് നിയമമാവില്ലല്ലോ. ആ നിയമത്തിന്റെ ഒരു സമയമാണ് ചോദിച്ചത്. അപ്പോഴേക്കും നമ്മുടെ ഇടതിലും വലതിലും കൂടി ആ അമെൻമെന്റിനെതിരെ കേസായിട്ട് പോയി സുപ്രീം കോടതിയിൽ. അങ്ങനെ അത് പിന്നെയും അതിലെ കേസിലേക്ക് പോയിട്ട് പിന്നെയും അത് നീളുകയാണ്. പിന്നെയും ഇവിടെയുള്ള ആളുകൾ പറയണമെന്ന് പറഞ്ഞാൽ 3 ആഴ്ച പറഞ്ഞിട്ട് പോയിട്ട് ഇതെന്താണ് പിന്നെ നടത്തി തരാത്തത് എന്നാണ്. 3 ആഴ്ച എന്ന് പറഞ്ഞാൽ അമെൻമെന്റ് ബില്ല് പാസ്സായി വന്നപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ചട്ടങ്ങൾ രൂപീകരിച്ചാൽ മാത്രം മതിയായിരുന്നു. പിന്നെ അതിനെതിരെ കേസ് പോയി കഴിഞ്ഞപ്പോൾ കോടതിയിലേക്കായി പോയി കേസ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതി ചെയ്യാണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഇടതലും. അപ്പൊ ഈ ഉപേക്ഷിച്ച് പോയ ആൾക്കാര് അപ്പിങ്ങാടി ചാടി കയറി. കാരണം അവരെ കൊണ്ടൊന്നും നടക്കൂല, ഇവരെ കൊണ്ടൊന്നും നടക്കൂല എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടി. അപ്പോഴാണ് പിന്നെയും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പിന്നെയും ഇവിടെ കൂടി വന്നുള്ളൂ. അമെൻമെന്റ് ബില്ലിൽ ആ 2 years സെക്ഷൻ വെച്ചിട്ടാണ് ഈ നമ്മുടെ ഭൂമി വഖഫല്ല എന്ന് കോടതി കണ്ടെത്തിയത്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ആഴ്ച കരമടക്കാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നത്. അത് താൽക്കാലികമായിട്ട് വന്ന കാര്യമാണത്. അതൊരു കളക്ടർ രേഖാമൂലം എഴുതി കൊടുത്ത് ഇങ്ങനെ കരമടക്കണമെങ്കിൽ അടച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വന്നേക്കും അടുത്ത സ്റ്റേജ് പ്രോഗ്രാമായിട്ട് മറ്റേ നമ്മുടെ ഈ ഇലക്ഷന്റെ 2 ആഴ്ചക്ക് മുമ്പ് തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കരമടക്കുന്ന ആൾക്കാർ കരമടക്കുക, പൂക്കരമടക്കുന്ന ആൾക്കാർക്ക് പൂക്കരമടത്താന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇതെല്ലാം ചെയ്തു തരണമല്ല. അപ്പൊ കരം മാത്രം അടക്കാനുള്ള ഇതുള്ളു. വേറെ ഭൂമിയെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. ഇപ്പൊ ആ നാടകം 2 ദിവസത്തിന് മുമ്പ് പൊളിഞ്ഞു. പിന്നെയും പറ്റിക്കാനായിട്ട് ശ്രമിച്ചല്ലേ? പിന്നെയും പറ്റിക്കാന്ന് പറഞ്ഞാൽ ഇത് ബോധമില്ലാത്ത ജനതല്ല. പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ കടപ്പുറത്താരല്ല മീൻ കൂട്ടിയിട്ട് തിന്ന് ആ കടലിലും പോയി ജീവിക്കണ കൈ ബോധവും ഇല്ല ബുദ്ധിയില്ലാത്ത കുറെ ജനതയാണെന്ന് പറഞ്ഞാണ് ഇപ്പോഴും ഇവരുടെയൊക്കെ വിചാരം. പക്ഷെ അതൊക്കെ വെറും പോഴത്തരമാണെന്നുള്ളത് ഇന്നത്തെ ഈ വിധിയിലൂടെ ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ടാണ്. നല്ല പോഴന്മാരല്ല എന്നുള്ളത്. നല്ല എല്ലാവരും വലിയ വർഗീയത പറയാനുള്ള ശ്രമമായിരുന്നു UDF LDF ശ്രമിച്ചത്. ഇപ്പോ ഇലക്ഷന്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ മണിപ്പൂർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു, രാജ്യത്തെ മുഴുവൻ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കുറെ വ്യാജമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം ഈ മുനമ്പത്ത് വെച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ക്രൈസ്തവർ കൃത്യമായിട്ട് BJP വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോ യഥാർത്ഥത്തിൽ LDFന്റെയും UDFന്റെയും ഈ വർഗീയതയെല്ലാം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്ന ഒരു പരിപാടി തന്നെയല്ലേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം കാണിച്ചത്? തീർച്ചയായും അത് തന്നെയല്ല. നല്ല വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഇങ്ങനെ വർഗീയത വെച്ച് പറയാനാണെങ്കിൽ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലേ. അത് എന്നിട്ട് ഇപ്പോഴത്തെ ഇവർക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പഴയ ആ കാര്യം തന്നെ മണിപ്പൂര് മാത്രമേ ഇവര് പറയാറുണ്ടോ. ഈ കളമശ്ശേരിയിലും അല്ലെങ്കിൽ ആ സെൻട്രൽ ദാസ് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊന്നും ഇവര് പറയൂല. ഈ തൊട്ടരിയ നടന്ന സംഭവങ്ങളൊന്നും ഇവര് പറയൂല. ഇവർക്ക് മണിപ്പൂരാണ് ഏറ്റവും വലിയ കാര്യം. ആ മണിപ്പൂരിന്റെ ബോർഡ് വെപ്പിക്കാൻ വേണ്ടിയിട്ട് 4 പിള്ളേരാ 18 വയസ്സും 19 വയസ്സുള്ള പിള്ളേരാ ഇവര് തെരഞ്ഞെടുക്കുകയാണ്. നാഥനില്ല ഈ ബോർഡിന്. നാഥനില്ലാത്ത ഈ ബോർഡും കൊണ്ട് ഈ പിള്ളേരെ കൊടുത്തുവിടുകയാണ്. ഈ കേസിന് എങ്ങനെ പെടുകയാണെങ്കിൽ ആ പിള്ളേര് പെട്ടോട്ടെ എന്ന് വിചാരിച്ചോണ്ട് അങ്ങനത്തെ ഒരു നീചപ്രവൃത്തി വരെ ഇവിടെ നടന്നു. കാരണം നല്ല ഭാവിയുള്ള പിള്ളേർ അവരെ കൊണ്ടൊന്നൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ആ പിള്ളേരുടെ ഭാവി നശിച്ചു. അത്രയും ഒരു ഈ ചതി സ്വഭാവത്തിലുള്ള രീതി വരെയും ഇവിടെ കടന്നുപോയി ഈ കഴിഞ്ഞ ആഴ്ചകളിൽ. പക്ഷെ ഇത് ഇപ്പോ ഈ ഓരോ വീടുകളിലും ഇനി പോയി നന്ദി പറയേണ്ടതില്ലേ? ഈ ജയിച്ചു വന്ന സമയത്തുണ്ടായ ജനങ്ങൾ ഈ ഒരു സ്വീകരണം അത് ഏത് രീതിയിലായിരുന്നു? വളരെ നല്ല സ്വീകരണമാണ്. കാരണം നമ്മ ഭൂമിക്ക് സത്യമാണ് ജയിച്ചിരിക്കുന്നത്. കാരണം 2 ഇന്ത്യകളും കൂടി ഈ സത്യത്തെ മൂടി വെക്കുക എന്നുള്ളത് അവരുടെ അജണ്ട നമ്മൾ പൊളിച്ചു കൊടുത്ത്. കാരണം സത്യം എങ്ങനെ മൂടി വെക്കപ്പെട്ടുള്ളതാലും അതൊരു നാൾ പുറത്തു വരും. ആ പുറത്തു വരലാണ് ഈ 13-ാം തീയതി 9 മണിക്ക് ആ റിസൾട്ടോട് കൂടി വന്നത്. അത് സത്യം ജയിച്ചു.
അത് ഞാൻ എൻ്റെ നാട്ടുകാർക്ക് ഈ വിജയം സമർപ്പിക്കുകയാണ്. കാരണം നമ്മളെ കൂടുതൽ സന്തോഷിക്കാനുള്ള സമയങ്ങളൊന്നും ആയിട്ടില്ല. കാരണം ഭൂമി നമുക്ക് ഈ രീതിയിലേക്കാണ്. ഈ ഭൂമിയെ പൂർണ്ണമായി മോചിപ്പിച്ചതിലൂടെ മാത്രമേ നമുക്കൊരു സന്തോഷം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഒരു സന്തോഷം വരുമ്പോൾ ഞാൻ എൻ്റെ ഈ വിജയവും ആഘോഷിക്കും. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഈ പറയുന്ന മുനമ്പൻ ജനതയുടെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുപോലെ മുനമ്പൻ ജനത അനുഭവിക്കുന്ന അതേ സമാനമായിട്ടുള്ള സാഹചര്യം രാജ്യത്ത് പല ആളുകളും ഈ വഖഫ് ബോർഡിന്റെ അധിനിവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പാർലമെന്റിൽ ബില്ല് പാസ്സാക്കിയത്. യഥാർത്ഥത്തിൽ ഒരു മുനമ്പത്ത് നിന്ന് ഒരു BJP പ്രതിനിധി വിജയിച്ചു വരുന്ന ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? പ്രധാനമന്ത്രിയോട് നന്ദി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ പ്രകടിപ്പിക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചിരിക്കണം നന്ദി. ആ ഈ നന്ദിയാണ് ഇന്നത്തെ ഈ വിജയം. ഞങ്ങൾക്ക് മോഡിജിക്ക് തരാനുള്ളത് ഞങ്ങളുടെ ഈ വിജയമാണ്. ഈ വിജയം ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. മുനമ്പൻ ജനതയുടെ നന്ദിയാണ് ഞങ്ങൾ ഇന്ന് ഈ വിജയത്തിലൂടെ പ്രാഗൽഭ്യമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മുനമ്പൻ ജനത BJP വഞ്ചിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പോസ്റ്റുകളും അതോടൊപ്പം തന്നെ കമന്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേ നാളുകളായിട്ട് വരുമായിരുന്നു. ഇവരാരും BJP വോട്ട് ചെയ്യില്ല, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല, ചതിക്കുന്നൊക്കെ. പക്ഷെ അതിനൊക്കെ അവരെല്ലാവരെയും യഥാർത്ഥത്തിൽ അവർ വായ ശരിക്കും പറഞ്ഞാല് പൂട്ടിക്കെട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമാണ് മുനമ്പത്തെ ക്രൈസ്തവ സമൂഹം കാണിച്ചിരിക്കുന്നത്. ശരിയല്ല അത്? സത്യമാണ്. അത് നമ്മുടേതായ ശത്രുക്കൾ ഇത് പറഞ്ഞിട്ടാണ്. കാരണം ഇവിടെ നന്ദി കേട്ടവന്മാരാണുള്ളത്. നിങ്ങൾ കണ്ടോ, ജയിക്കാൻ പോണത് കോൺഗ്രസ് ആയിരിക്കും, കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനങ്ങളൂടെ ഉണ്ട്. ജനങ്ങൾ ആ നന്ദി കേട്ട ഒരു ജനതയല്ലേ ഇത്. ആ ജനത നന്ദി കേട്ടതല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ റിസൾട്ടിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അത് മോഡിജിക്ക് തീർച്ചയായിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഞങ്ങളുടേതായ ഈ ഭൂമിയുടെ പ്രശ്നം അങ്ങ് ഏറ്റവും വേഗത്തിൽ പരിഹരിച്ചു തരാനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഒരു BJP-കാരൻ പോലും ഇല്ലാതിരുന്ന ഒരു വാർഡ്, ഇന്നേ വരെ BJP-ക്ക് ഒരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിട്ടില്ല. ഈ ഒരു വാർഡിൽ ആദ്യമായിട്ട് BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. BJP-യുടെ പ്രചരണത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം പോലും അറിയാത്ത ആളുകൾ ഒരു BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു. ഈ സമയത്ത് ജനങ്ങൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കും? അല്ലെങ്കിൽ LDF-ഉം UDF-ഉം വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന, മനസ്സിലാക്കുന്ന, ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രണ്ട് മുന്നണികളെയും മുട്ടുകുത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ രാജ്യത്ത് തന്നെ നടന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. അത് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ലഭിക്കുന്നൊരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മ ഓരോ വീടുകളിൽ ഇറങ്ങിയേക്കണം എന്ന് പറഞ്ഞാൽ സത്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അല്ലാണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരാന്ന, ഈ എയർപോർട്ട് കൊണ്ടുവരാന്നൊന്നും ഞാൻ ഒരാൾക്കല്ല, നമ്മളുടെ ആളുകൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രം പറയണം. ഞങ്ങൾ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്. 45 വർഷം കമ്മ്യൂണിസ്റ്റിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യരാണിത്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കിടപ്പാടാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പാർട്ടിയുള്ളു. ആ ഈ പാർട്ടി വന്നാലേ നമുക്കുള്ള ഭൂമിയുടെ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളത് 100% ജനങ്ങൾക്ക് ഇവിടെ അറിയാം. അപ്പൊ ഞങ്ങള് ഈ പ്രചരണത്തിന് പോയേക്കുന്ന സമയത്ത് പറഞ്ഞ എല്ലാ വീടുകളിലും കയറി പറഞ്ഞേക്കണെന്ന് പറഞ്ഞാല് ഞങ്ങളൊരു രാഷ്ട്രീയക്കാരല്ല, പച്ചയായ വെറുതെ നമ്മൾ ജോലി എടുത്ത് നടന്ന വെച്ച മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭൂമി തിരിച്ചു പിടിക്കണമെങ്കിൽ അത് BJP സർക്കാരിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഞങ്ങൾ BJP-ന്ന് മാത്രമേ നമ്മൾ വീടുകളിൽ കയറിയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ യാതൊരു പൊള്ളത്തരവും പറഞ്ഞു. അത് രണ്ട് കൈ നല്ല, ഞാൻ പറഞ്ഞല്ലേ, നല്ല ബുദ്ധിയും ബോധമുള്ള ജനതയാണ് ഈ മുനമ്പൻ ജനത എന്ന് പറഞ്ഞാൽ. അവർക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞൊന്നും കൊടുക്കണ്ട, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അറിയും എന്നുള്ളതിന്റെ ഒരു വിജയമാണ് ഇന്നത്തെ നമ്മുടെ ഈ BJP-യുടെ വിജയം. അതാണ് എൻ്റെ കൂടെയുള്ള എന്റെ വിജയം. എല്ലാവിധ വിജയാശംസകളും കുഞ്ഞുമോൻ ചേട്ടാ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ പിന്തുണയും ഈ ഒരു വിഷയത്തിലുണ്ടാവും. ഓക്കെ, താങ്ക് യു.